അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ, ഇപ്പോൾ ഷാ ഉന്നയിച്ചൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതിൽ ഒന്ന്, ഭക്തന്മാർ കൊടുത്ത സ്വർണത്തിൻ്റെ മേനിയിൽ സർക്കാരിന് അഭിമാനിക്കാൻ ഒന്നും തന്നെയില്ല. അത് കൃത്യമായി സൂക്ഷിക്കുക എന്നുള്ളത് ദേവസ്വം ബോർഡിൻ്റെയും ദേവസ്വം വകുപ്പിൻ്റെയും ഉത്തരവാദിത്വമാണ്. നിർഭാഗ്യവശാൽ മൈനറായ ദേവൻ്റെ സ്വർണം സൂക്ഷിക്കാൻ കഴിയാത്ത സർക്കാർ എന്നൊരു പേര് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അത് ചാർത്തിക്കൊടുത്തത് പാർട്ടികളല്ല. അത് നിലവിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണമാണ്, ഹൈക്കോടതിയുടെ ഒരു സംശയമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിരിക്കുന്നത്. ജസ്റ്റിസ് കെ ടി ശങ്കരൻ അത് അന്വേഷിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന്, രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിൽ നിന്ന് എങ്ങനെയാണ് ഇടത് സർക്കാരിന് മാറി നിൽക്കാൻ കഴിയുക സുരേഷ് കുമാർ? അല്ല, ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി തെറ്റിദ്ധരിപ്പിക്കാനിട വരുന്ന ഒരു വാചകം പറഞ്ഞു. ഭക്തന്മാർ നൽകുന്ന നേർച്ച അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ അച്ചീവ്മെൻ്റാണ് എന്ന് ഞാൻ പറഞ്ഞു വെച്ചു എന്നുള്ള നിലയിൽ അത് തെറ്റാണ്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അത് കൃത്യതയോടുകൂടി കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കുക എന്നതാണ് സർക്കാരിൻ്റെ നയം. അത് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, വിലപ്പെട്ട സമയമാണ്. വളരെ വിലപ്പെട്ട സമയമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനകത്ത് ഏതെങ്കിലും രൂപത്തിലുള്ള മാൽ പ്രാക്ടീസ് നടത്തിയിട്ടുണ്ടോ? ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത്തരമൊരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംരക്ഷിക്കാൻ എന്ത് ബാധ്യതയാണ് ഞങ്ങൾക്കുള്ളത്? ഈ സർക്കാരിനും ദേവസ്വം ബോർഡിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും എന്ത് ബാധ്യതയാണുള്ളത്? അത് തെറ്റായി ചിത്രീകരിക്കാൻ വേണ്ടി, ഞങ്ങളെ മോശക്കാരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമമാണ്. അങ്ങനെ ഒരു തെറ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തിട്ടുണ്ട് എങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തുടർന്നുള്ള ജീവിതം അഴിക്കുള്ളിലായിരിക്കും എന്നുള്ളത് ആർക്കാണ് അറിഞ്ഞൂടാത്തത്? മൂന്നാമത്തെ കാര്യം, UDF സർക്കാരിന്റെ കാലത്ത് ദേവസ്വം ബോർഡിന്റെ മന്ത്രിയും ആ പരിവാരങ്ങളും ചെയ്ത കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ചെറുന്നിയൂർ പി ശശിധരൻ നായരുടെ നേതൃത്വത്തിൽ, അഡ്വക്കേറ്റ് ചെറുന്നിയൂരിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ മറുപടിയും 9.5 വർഷക്കാലം കൊണ്ട് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ മറുപടി പറയണമെന്ന് പറഞ്ഞാൽ അതെല്ലാം ഈ നാട്ടിൽ വിലപ്പോകുന്ന കാര്യമല്ല. ഇത് ഏറ്റവും കൂടുതൽ അഴിമതിയൊക്കെ നടന്നിട്ടുള്ളത് ആരുടെ കാലത്താണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ വളരെ കൃത്യമായി കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഞാൻ ഈ 467 കിലോ സ്വർണം മോണിറ്റൈസേഷന്റെ ഭാഗമായി RBIയിൽ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞത് ഞങ്ങളുടെ നേട്ടമായിട്ടല്ല, ഞങ്ങൾ അതിന്റെ സംരക്ഷകരാണ്. ആ സംരക്ഷണം വളരെ കൃത്യമായി നിർവഹിക്കുന്നുണ്ട് എന്ന് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ ഈ സ്വർണ്ണപ്പാളിയിൽ, ചെമ്പുപാളിയിൽ എത്ര സ്വർണ്ണമുണ്ട്, എത്ര ചെമ്പുണ്ട് എന്നതിന് ഒരു കണക്കും നിലവിൽ ഇതുവരെയും ഹാജരാക്കാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടില്ല. അതാണ് കോടതിക്ക് സംശയമുണ്ടാക്കിയത്. അവിടെയാണ് പ്രതിപക്ഷ നേതാവ് ഗോളടിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ 4 കിലോഗ്രാം സ്വർണമെന്ന് പറയുന്നത്, BJP അധോലോകമെന്ന് ഇന്നതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ശങ്കുട്ടിദാസ്, ശക്തമായ സമരപരിപാടികൾ ഉണ്ടാകുമെന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും സുരേഷ് കുമാർ പറയുന്നതിൽ ഒരു കാര്യം, അടുത്ത സ്ട്രോങ് റൂമുകൾ പരിശോധിച്ചതിന് ശേഷം ഈ രേഖകൾ ഉണ്ടോ ഇല്ലയോ എന്നിപ്പോഴും പൂർണ്ണമായിട്ടും പറയാൻ നമുക്ക് കഴിയില്ല. അത് KTS അന്വേഷിക്കുകയാണ്. അന്വേഷിച്ചതിന് ശേഷമേ നമുക്കതിലേക്ക് എത്താൻ കഴിയൂ. അപ്പോൾ കൃത്യമായി 800 പവൻ്റെയൊക്കെ വിവരങ്ങൾ അതിലുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഉയർത്തുന്ന ഈ പ്രതിഷേധം സർക്കാരിന് അനുകൂലമാവും? ഒരിക്കലും ഇല്ല. നോക്കൂ, ഇവിടെ വസ്തുതകൾ വിസ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഒന്ന്, ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാനല്ല. 1999 മുതൽ ഇന്ന് വരെ ശബരിമലയിലും അതേപോലെ തന്നെ ആറന്മുളയിലുള്ള സ്ട്രോങ് റൂമുകളിൽ എത്ര സ്വർണ്ണം ഉണ്ട് എന്നുള്ളതിൻ്റെ ഇൻവെൻട്രി തയ്യാറാക്കാനാണ്. കാരണം ഈ കേസിൻ്റെ വാദത്തിൻ്റെ ഘട്ടത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ ഉന്നയിച്ചിട്ടുള്ള ഒരു വാദം, ഇതിൽ ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പീഠങ്ങൾ ഒരു പക്ഷേ സ്ട്രോങ് റൂമിൽ തന്നെ ഉണ്ടായിരിക്കാം എന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 2 സ്ട്രോങ് റൂമുകളും പരിശോധിക്കാൻ കോടതി ഉത്തരവിടുകയും 10 ദിവസം എടുത്തുകൊണ്ട് ശബരിമലയിലെയും ആറന്മുളയിലെയും സ്ട്രോങ് റൂമുകൾ പരിശോധിക്കുകയും ചെയ്തു. അവിടെ കോടതിയുടെ നേതൃത്വത്തിൽ പോയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ കണ്ട കാഴ്ച എന്താ? ചാക്കുകളിൽ സ്വർണ്ണ നാണയങ്ങൾ അടുക്കി വെച്ചിരിക്കുകയാണ്. ഒരു കണക്കില്ല. രജിസ്റ്ററിൽ എത്ര നാണയങ്ങൾ ഉണ്ടെന്നതിൽ കണക്കില്ല. അതൊരാളൊരു പിടി വാരിക്കൊണ്ട് പോയാലും ആരും അറിയില്ല. ഒരു മരത്തിൻ്റെ പെട്ടിയിൽ, പ്രോപ്പർലി പൂട്ടുപോലില്ലാത്ത പെട്ടിയിൽ ആഭരണങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നു. ഇത്രയും അനാസ്ഥയോട് കൂടിയിട്ട്, കെടുകാര്യസ്ഥതയോട് കൂടിയിട്ടാണ് ഈ ഗോൾഡൻ ഓർണമെന്റ്സ് കൈകാര്യം ചെയ്യുന്നത് കണ്ടപ്പോഴാണ് 99 മുതലുള്ള ഇൻവെന്ററി ഒരു ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കാൻ പറഞ്ഞത്. ഈ കാര്യത്തിൽ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വേറെ ആവശ്യമുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇപ്പോഴത്തെ സർക്കാർ ദേവസ്വം ബോർഡിന് ഈ കാര്യത്തിൽ ഉത്തരവാദിത്വം എന്ന് ചോദിച്ചല്ലോ. ആ ഉത്തരവാദിത്വം വളരെ ലളിതമാണ്. ഈ ഹൈക്കോടതി ഇതിൽ ഇടപെടുന്നത് വരെയും ഉണ്ണികൃഷ്ണൻ പോറ്റിനെ വിശ്വാസത്തിലെടുത്തോണ്ടുള്ള സമീപനമാണ് ഈ സർക്കാരും ഈ ദേവസ്വം ബോർഡും എടുത്തിരുന്നത്. ഈ 2010 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ 2025 സെപ്റ്റംബർ 7-ാം തീയതി ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്ത് വിട്ടിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. മാനുവൽ പ്രകാരമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് അങ്ങ് ചെന്നൈയിൽ വരാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി 2025 ദേവസ്വം ബോർഡ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. കൊടുത്തു വിട്ടു എന്നല്ല ഞാൻ പറഞ്ഞത്.
ഞാൻ പറയുന്നത് അങ്ങ് മുഴുവൻ കേൾക്കും. 2025 ഓഗസ്റ്റ് 24 ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തിരുവാഭരണം കമ്മീഷണർ ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ആ കത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 2025 ഓഗസ്റ്റ് 24 അയച്ചിട്ടുള്ള കത്തിൽ ഈ ശബരിമലയിലെ നിരവധിയായിട്ടുള്ള സ്വർണ്ണ പണ്ടങ്ങൾക്ക് കേടുപാടുകളുണ്ട്, ഇതിന്റെ കുറ്റങ്ങൾ തീർത്ത് അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടി സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ്, ഗോൾഡ് പ്ലേറ്റിംഗിന്റെ ഗ്യാരണ്ടി കിടക്കുന്നത് ഈ എല്ലാ സ്പോൺസർക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലാണ്. അതായത് 2019 ഇത്രയും വലിയൊരു തിരിമറി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന കിങ് പിൻ എന്നിരിക്കുമ്പോഴും 2025 വരെയും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടപ്പെട്ട ആളായിരുന്നു. അയാൾ ഇത്തരത്തിലൊരു കൃത്രിമത്വം ഒരു തിരിമറിയോ നടത്തി സംശയം പോലും ഈ ദേവസ്വം ബോർഡിന് ഉണ്ടായിരുന്നില്ല. ഇവർ തയ്യാറായിരുന്നു. അയാളുടെ വാക്കുകളാണ് ഈ സർക്കാരിനെതിരെ ഉപയോഗിച്ചത്. വേണ്ടപ്പെട്ട ആളായത് പീഠം കാണാനില്ല എന്ന കള്ളത്തരം ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുമ്പോൾ അത് BJP കോൺഗ്രസ് ഏറ്റുപിടിച്ചു. CPM തന്നെ പറയുന്നത്. സാർ, ഇത് CPM തന്നെ ഇറക്കിയിട്ടുള്ള ക്യാപ്സ്യൂളാണ്. എന്ത് അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾ പീഠം കാണുന്നില്ല അതൊരു പരാതി ഉന്നയിച്ചിട്ടാണ് ഈ സംഭവം മുഴുവൻ ഉടലെടുത്തതെന്ന്. അല്ല, അത് വ്യാജമായിട്ടുള്ള ഒരു ആരോപണമാണ്. ഈ സംഭവം ഉടലെടുക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സുവോമോട്ടോ കേസെടുക്കുമ്പോഴാണ്. ഈ 2025 ഈ സ്വർണം ഒരുക്കാൻ വേണ്ടി കൊണ്ടുപോയത് കോടതിയുടെ അനുമതിയോട് കൂടിയിട്ടല്ലെന്ന് സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് കൊടുത്തപ്പോ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആണ്. അയാൾ പറഞ്ഞത് കള്ളത്തരമാണെന്ന് തെളിയിച്ചത് ദേവസ്വം വിജിലൻസ് ആണ്. ഇപ്പോൾ ദേവസ്വം വിജിലൻസ് അയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഒരുപക്ഷെ സുരേഷ് പറഞ്ഞതുപോലെ അഴികൾക്കുള്ളിൽ അടയ്ക്കുകയാണെങ്കിൽ നമുക്കത് കാത്തിരിക്കാം അങ്ങനെ സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത്. Debate with Dr. Arun Kumar.